നമസ്കാരം. നവകേരള യാത്രക്കിടയിൽ പ്രതിഷേധക്കാരുടെ തല അടിച്ചുപൊളിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കൊടുവിൽ കാലം കാത്തുവെച്ച് തിരിച്ചടി ലഭിക്കുന്നു. അന്ന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമായി. നിലവിലെ ആലപ്പുഴ MLA AD തോമസിനെ തെരുവിലിട്ട് തല്ലിയ കേസിൽ പുനരന്വേഷണം ആരംഭിക്കുന്നതോടെ ആഭ്യന്തര വകുപ്പിലെ ഈ ഗുണ്ടായിസം നടത്തിയവർ അഴികൾക്കുള്ളിലാകാൻ സാധ്യതയേറെയാണ്. എന്നാലും ഇത്തരമൊരു വാർത്ത പുറത്തുവിടുന്നത് മനോരമ ന്യൂസ് ചാനലാണ്. മർദ്ദനത്തിൽ വീഴ്ചയില്ലെന്നും അത് വെറും ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും പറഞ്ഞ് പഴയ സർക്കാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് AD തോമസ് ഉടൻ പരാതി നൽകും. മർദ്ദനമേറ്റവരുടെ പ്രതീകമായാണ് താൻ ആലപ്പുഴയിൽ മത്സരിച്ചതെന്നും പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള ജനവിധിയാണിതെന്നും തോമസ് പ്രതികരിച്ചു. അവരോട് വ്യക്തിപരമായ വിരോധമില്ല, കണ്ടാൽ ചായ കുടിക്കും, പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്നാണ് തോമസ് വ്യക്തമാക്കുന്നത്. 2023 നടന്ന നവകേരള യാത്രക്കിടയിൽ കണ്ണൂരിലും ആലപ്പുഴയിലും അരങ്ങേറിയത് സമാനതകളില്ലാത്ത പോലീസ് ഗുണ്ടായിസമായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാന്മാർ എസ്കോർട്ട് വാഹനത്തിൽ ഒളിപ്പിച്ചു വെച്ച വടിയുമായി പുറത്തിറങ്ങിയാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിക്കീറിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം പിന്നാലെ വന്ന് ആളുകളെ മർദ്ദിക്കുന്നത് ഏത് പോലീസ് മാനുവലിൽ ഉള്ളതാണെന്ന ചോദ്യത്തിന് അന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. സാധാരണ ലാത്തിയേക്കാൾ നീളമുള്ളതും കാലിരുന്ന് തന്നെ വീശിയടിക്കാവുന്നതുമായ പ്രത്യേകതരം ദണ്ഡാണ് ഗൺമാൻ സന്ദീപും സംഘവും ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ഇത്തരം ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നത് വലിയ ചട്ടലംഘനമായിരുന്നു. ഇടുക്കിയിൽ ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചും ഇവർ തങ്ങളുടെ പ്രതാപം കാണിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി ന്യായീകരിച്ചതോടെ ഈ ഉദ്യോഗസ്ഥർക്ക് ആരും ചോദിക്കാനില്ലെന്ന ധാരണയായി. എന്നാൽ ഭരണം മാറുകയും അന്നത്തെ ഇരയായിരുന്ന AD തോമസ് MLA ആയി സഭയിലെത്തുകയും ചെയ്തതോടെ കഥ മാറി. സ്വന്തം പദവി മറന്ന് ക്രിമിനൽ സംഘത്തെ പോലെ പെരുമാറിയ ഗൺമാന്മാർക്ക് ഇനി കാക്കി ഊരി വീട്ടിലിരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ കേസിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടെയാണ് ഗൺമാൻ കാറിൽ നിന്നും വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിലടിച്ചത്. മുഖ്യമന്ത്രിയുടെ ബസ്സിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷയൊരുക്കേണ്ടയാൾ പിന്നിലുള്ള കാറിൽ നിന്നിറങ്ങിയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. സന്ദീപ് ഉൾപ്പെടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും മർദ്ദിക്കാനൊപ്പം കൂടി. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്ന് തന്നെ വീശടിക്കാൻ കഴിയുന്നതുമായ ഒടിയാത്ത ദണ്ഡാണ് ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടക്കുന്നുവെന്ന ഗുരുതരമായ ചട്ടലംഘനവും ഇവിടെ സംഭവിച്ചു. അതേസമയം കേരളത്തിന്റെ ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് സേനയിൽ അടിമുടി അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തും എന്നതിനെ ആശ്രയിച്ച് പോലീസ് ആസ്ഥാനം മുതൽ ലോക്കൽ സ്റ്റേഷനുകൾ വരെ വിപുലമായ സ്ഥാനചലനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ ADGP മുതൽ SI റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സമഗ്രമായ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കസേരകൾ ഉറപ്പിക്കാനുള്ള തിരക്കിട്ട ചരടുവലികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോഴും സജീവമാണ്. നിലവിലെ DGP റവാഡ ചന്ദ്രശേഖറിന് 15 മാസത്തെ സർവീസ് കൂടി ബാക്കിയുണ്ട്. സുപ്രീംകോടതി വിധി പ്രകാരം പോലീസ് മേധാവി സ്ഥാനത്ത് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന് 2 വർഷം കാലാവധി നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 2027 ജൂലൈ വരെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമെങ്കിലും പുതിയ സർക്കാരിന്റെ നയം നിർണായകമാകും. സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം എന്നിവരാണ് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവർ. മനോജ് എബ്രഹാമിന് 5 വർഷം സർവീസ് ബാക്കിയുള്ളത് അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽപ്പെട്ട MR അജിത് കുമാറും പട്ടികയിലുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തഴയപ്പെട്ട യോഗേഷ് ഗുപ്തയെ പ്രധാന ചുമതലയിലേക്ക് തിരികെ എത്തിക്കാൻ പുതിയ സർക്കാർ താൽപര്യപ്പെട്ടേക്കും.